റീ റിലീസുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പണ്ട് തിയേറ്ററുകളിൽ പോയി സിനിമ കാണാൻ കഴിയാത്തവർക്ക് വലിയൊരു ആശ്വാസമായാണ് റീ റിലീസുകൾ ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ഐക്കോണിക് ഗാങ്സ്റ്റർ ഡ്രാമ സാമ്രാജ്യം വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. ജോമോൻ സംവിധാനം ചെയ്ത് 1990 റിലീസ് ചെയ്ത സാമ്രാജ്യത്തിന്റെ 4K ഡോൾബി അറ്റ്മോസ് പതിപ്പാണ് റീ റിലീസിന് എത്തുന്നത്. 2025 സെപ്റ്റംബർ മാസത്തിലാണ് ചിത്രത്തിന്റെ റീ റിലീസിംഗ് ഉണ്ടാകുക എന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ചിത്രം 4K ഡോൾബി അറ്റ്മോസിലേക്ക് മാറ്റുന്നതിന്റെ ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആരിഫ പ്രൊഡക്ഷന്റെ ബാനറിൽ അജ്മൽ ഹസൻ നിർമ്മിച്ച ഈ ചിത്രം രചിച്ചത് ഷിബു ചക്രവർത്തിയായിരുന്നു. ആരിഫ റിലീസാണ് ചിത്രം വിതരണം ചെയ്തത്. 1990ന്റെ കാലഘട്ടത്തിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ചിത്രമായിരുന്നു സാമ്രാജ്യം പ്രദർശനത്തിനെത്തിയത്. അന്നത്തെ കാലത്ത് തന്നെ 25 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നിർമ്മാണ ചെലവ് വന്ന ചിത്രമായിരുന്നു ഇത്. മമ്മൂട്ടിയിലെ സ്റ്റൈലിഷ് നായകനായി അവതരിപ്പിച്ച ചിത്രം അതിന്റെ മേക്കിംഗ് മികവ് കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ബെൻസ് കാറുകളും മറ്റും യഥേഷ്ടം ഉപയോഗിച്ച ചിത്രം സ്റ്റൈലിഷും കണ്ണും ചിമ്മിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ 100ഉം 200ഉം ദിവസങ്ങളിൽ തകർത്തോടിയ ചിത്രം സ്ലോ മോഷന്റെ ഗംഭീരമായ ഉപയോഗം കൊണ്ടും സിനിമാ ആസ്വാദകർ ഏറെ ശ്രദ്ധ നേടി. ഗാനങ്ങൾ ഇല്ലാത്ത ഇളയരാജ പശ്ചാത്തല സംഗീതം മാത്രം നൽകിയ ചിത്രം എന്ന പ്രത്യേകതയും സാമ്രാജ്യത്തിനുണ്ട്. ജിയാൻ വിൻസെന്റ് ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിൽ എഡിറ്റിംഗ് നിർവഹിച്ചത് കെ.പി. ഹരിഹരപുത്രനാണ്. മമ്മൂട്ടിക്കൊപ്പം മധു, ക്യാപ്റ്റൻ രാജു, അശോകൻ, വിജയരാഘവൻ, ശ്രീവിദ്യ, സോണിയ സത്താർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയതും. അതേസമയം ബസുക്കിയാണ് മമ്മൂട്ടിയിൽ ഒടുവിൽ തിയേറ്ററിലെത്തിയ ചിത്രം. മഹേഷ് നാരായണൻ ചിത്രം പാട്രിയോട്ട്, കളങ്കാവൽ എന്നിവയാണ് മമ്മൂട്ടിയുടെ ഒരു അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രങ്ങൾ.